ന്യൂസ് അറ്റ് 9 വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കുന്നതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തേക്കും. ജൂൺ 16 സമ്മേളനം വിളിക്കാനാണ് സാധ്യത. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ സമ്മർദ്ദം കൊടുക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ജൂൺ 16 എന്ന ഡേറ്റിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സൈഫുദ്ദീൻ, ഇതുവരെ ഒരു തീരുമാനം എന്ന രീതിയിൽ വന്നിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ തന്നെയാണ് 16-ാം തീയതി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം എന്നുള്ളൊരു കാര്യം. നേരത്തെ 2 ദിവസം എന്ന രീതിയിൽ സമ്മേളനം വിളിക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ജൂൺ 25, 26 തീയതികളിൽ സമ്മേളനം വിളിക്കാം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം പ്രമാണിച്ചിട്ടാണ് ഈ സമ്മേളനം വിളിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നിശിതമായ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പശ്ചാത്തലത്തിൽ പഹൽഗാം പ്രതികളെ ഇതുവരെ പിടികൂട്ടിയിട്ടില്ല. ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഈ പാകിസ്ഥാന്റെ ഭീകരവാദം ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേക യോഗം വിളിക്കണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രമല്ല, കോൺഗ്രസിന് അതൃപ്തിയോടെ ആണെങ്കിൽ പോലും അവർ അംഗീകരിച്ച ഒരു പട്ടികയിൽ ഇല്ലാത്ത ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുത്ത് വിദേശ രാജ്യത്തേക്ക് അയക്കുമ്പോൾ പോലും ഇപ്പോൾ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരാണ്, സൽമാൻ ഖുർഷിദ് ഉൾപ്പെടെയുള്ളവരാണ് ഒരു ഇന്ത്യയുടെ മുഖമായി വിദേശ രാജ്യങ്ങളിൽ പ്രതിനിധി സംഘത്തിൽ വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ജോൺ ബ്രിട്ടാസ്, സൽമാൻ ഖുർഷിദ്, ശശി തരൂർ തുടങ്ങിയവർ അവർ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ നടത്തിയ ഒരു ഇടപെടലുകൾ കൂടി വിശദീകരിക്കാനുള്ള ഒരു അവസരം കൂടിയാകും. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നും ശക്തമായ ഒരു ആക്രമണം ഒഴിവാകും എന്നുള്ള ഒരു ചിന്ത കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 16-ാം തീയതി എന്ന രീതിയിലേക്ക് ആലോചന വരുന്നത്. ഇപ്പോഴും അതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിനുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്.